എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് അതിന്റെ തുടക്കമെന്ന്. മുൻപൊരിക്കലും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി. വിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ, അത് നിരത്തി ഞാൻ വിനുവിന്റെ പേരെഴുതി അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു. ആ പിന്നെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ തീർന്നു. നാളെ വല്ലതും വെക്കണമെങ്കിൽ മേടിച്ചേ പറ്റൂ. തീർന്നോ? 2300 രൂപയുടെ സാധനം മേടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞില്ലല്ലോ. ഒരു മാസം തേക്കാനാണോ മേടിച്ചത്? ദിവസം എടുത്തോണ്ടിരിക്കില്ലേ, അപ്പൊ തീരും. മൃദുലയും അവളുടെ അച്ഛനും ജോലിക്കാരും ഉണ്ടായിരുന്നപ്പോ 1500 രൂപയുടെ സാധനം മേടിച്ച 1.5 മാസത്തേക്ക് തികയായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരിലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് അവളിവിടെ ഉണ്ടായിരുന്നപ്പോ വെപ്പും കൂടി ഉണ്ടായിരുന്നോ? ഇപ്പോഴല്ലേ നിങ്ങൾ നല്ല ആഹാരം കഴിച്ചു തുടങ്ങിയത്, അപ്പൊ ചെലവും കൂടും. കറിയും വേണം, മോന്തേ നന്നായിരിക്കണം എന്ന് പറഞ്ഞാ കുറച്ച് പാടാ. നമുക്കിതൊക്കെ ഒരു തമാശയാക്കല്ലേ ആലോചിച്ചു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചില വട്ടുകളുടെ പേരില് എന്റെ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ ആ മൂക്ക്, അല്ലെ? എന്തുമാത്രം പണക്കാരാ സുഖമായിട്ടായി കോളനിയില്. ഓരോ വീടുകളിൽ ചെന്ന് നോക്കണം, ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ്, ഒന്നും പറയണ്ട. ഓരോ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവും. ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്? അത് സുഖേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ, വേറൊരാള് വക്കീല്, പിന്നെ ഒരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാനും കൊച്ചാവുന്ന പോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി സുഖേട്ടനായിട്ട് അത് തിരുത്താനൊന്നും പോണ്ട, ആരറിയാനാ. അതൊക്കെ പോട്ടെ. എന്നിട്ട് ഈ അലക്ക് മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ തുണിയിട്ട് ചുമ്മാ ഒരിടത്ത് ഇരുന്നാ മതി. അലക്കലും പിഴിയലും തിരുമലും ഒക്കെ മെഷീൻ തന്നെ ചെയ്തോളും. എന്ത് സുഖ. നമ്മൾ അങ്ങനെ പണക്കാരല്ലോ കാഞ്ചനെ. എന്ന് വെച്ച് ദരിദ്രവാസികളല്ലോ. ഇത്തിരി കാശൊക്കെ സുഖേട്ടന് ബാങ്കിലല്ലേ. അത് നാളത്തേക്ക് വല്ലതും കരുതി വെക്കണ്ടേ? ഇന്ന് സുഖമായിട്ട് ജീവിക്കാതെ നാളത്തേക്ക് കരുതി വെക്കുന്നതിൽ ഒരർത്ഥമില്ല സുഖേട്ടാ. ഒടുക്കം വയസ്സുകാലത്ത് ഖേദിക്കേണ്ടി